കെ ശൈലജയ്ക്ക് പേരാവൂർ സീറ്റ് നൽകിയതാണ്. ശൈലജയെ സംബന്ധിച്ച് നമുക്കറിയാം, ശൈലജയുടെ ഇമേജ് പ്രത്യേകിച്ച് അത്യാവശ്യം എക്സ്ട്രീംലി പോപ്പുലറാണ്. പാർട്ടിക്കുള്ളിലും അതുകൂടാതെ പുറത്തും നിഷ്പക്ഷരായ വോട്ടർമാർക്കൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആ രീതിയിലുള്ള PR വർക്കൊക്കെ നടത്തി ആ രീതിയിലൊരു ഇമേജ് ഉണ്ടാക്കാൻ കെ ശൈലജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാവി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പലപ്പോഴും ഉയർന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ് കെ ശൈലജ. അപ്പോൾ കെ ശൈലജ ഇത്തവണ മത്സരിക്കുന്നത് പേരാവൂരാണ്. മട്ടന്നൂർ സീറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ പേരാവൂരിൽ അവർ വിജയിക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ കൂടി കെ ശൈലജ പരാജയപ്പെടുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കൊണ്ടുപോയി ഷാഫിയോട് പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു പരാജയം കെ ശൈലജ നേരിടുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഏതാണ്ട് അസ്തമിക്കും എന്ന് പറയേണ്ടി വരും. 68 വയസ്സുള്ള ഒരു നേതാവ് കൂടിയാണ് കെ ശൈലജ. അപ്പോൾ ശൈലജയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒമിഷൻ എന്നൊക്കെ പറയുന്നത് VA അരുൺകുമാറാണ്. അരുൺകുമാർ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. പാലക്കാട് മലമ്പുഴയിൽ അദ്ദേഹം മത്സരിക്കും. VSൻ്റെ മണ്ഡലത്തിൽ, അച്ഛൻ്റെ മണ്ഡലത്തിൽ മത്സരിക്കും. ആ ലെഗസിയുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെയായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ അരുൺകുമാറിനെ തന്ത്രപൂർവ്വം വെട്ടിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ കോടിയേരിയുടെ ഫാമിലിയെ ഒരു ഭാഗത്തും അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്കലി സാധ്യതയുള്ള എല്ലാവരെയും ഒഴിവാക്കാൻ മുഖ്യമന്ത്രി വളരെ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും.